ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് അനുമോൾക്കും അനീഷിനും അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ഒരു ജയിൽ ടാസ്ക് തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജയിലിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, കിടക്കുന്ന ഏരിയയുടെ സൈഡിലുള്ള ആ ട്രയാങ്കുലർ ഏരിയ മുഴുവനും മാച്ച് സ്റ്റിക്സ് വെച്ചിട്ട് ഒട്ടിച്ച് നിറയ്ക്കണം. അതായിരുന്നു ടാസ്ക്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇവര് ചെയ്തിട്ടുണ്ട്. അത് ഇലയുടെ എന്തോ ഡിസൈൻ ഉള്ള ഒരു ഏരിയയാണ്. അവിടെ ഫുൾ ഇത് ഒട്ടിച്ച് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ടാസ്ക്. കിടക്കുന്ന ആ ഒരു ഏരിയയുടെ അവിടെ തന്നെയാണ് ഇതായിരുന്നു ടാസ്ക്. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങി കേട്ടോ. ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിയതും സാബുമാന് മീറ്റിംഗ് വിളിക്കണം. പക്ഷെ സാബുമാൻ പറയുന്നത് എന്താണ്? അനീഷേട്ടനെ മീറ്റിങ്ങിന് വിളിക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സാബുമാൻ പറയുന്നത്. അപ്പൊ ആദിലയും അക്ബറും ആര്യനും കൂടി അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ റാഗിങ് പോലെ ചെയ്യുകയാണ്. വെറുതെ ഈ ഫസ്റ്റ് വീക്കിലൊക്കെ അനിമോളെ ചെയ്തോണ്ടിരുന്ന പോലത്തെ പരിപാടിയാണ് റാഗിങ്. അനീഷേട്ടാ മൊട്ടയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അതിൽ നൂറുണ്ട്, ആ ഡ്രസ്സിൽ നൂറുണ്ട് അനീഷേട്ടാ, അടുത്ത ആഴ്ച വീണ്ടും ജയിലിൽ പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അനീഷ് അവിടെ ഇരിക്കുകയാണ്, ആരോടും ഒന്നും മിണ്ടാതെ. അനീഷ് ആ ഒരു ജയിലിൽ പോയതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയാണ്. 4 ആഴ്ച അടുപ്പിച്ച് ഇവര് വിട്ടതാണ്. ഇവരത് മനസ്സിലാക്കാതെ ഇവര് വെറുതെ കിടന്ന് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അത്രയെങ്കിലും അനീഷ് കാണിച്ചില്ലെങ്കിൽ ആണ് നമ്മൾ പറയേണ്ടത്. ആ ഒരു ഫ്രസ്ട്രേഷൻ അനീഷ് കാണിക്കുന്നത് ഇറ്റ്സ് എക്സ്പ്ലെയിൻഡ്. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ റാഗ് ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ടോ, ഒറ്റപ്പെടുവാണോ അനീഷേട്ടാ, ഒറ്റപ്പെടലാണോ എന്നുള്ള രീതിയിലൊക്കെ അനീഷിനെ വെറുതെ ഇങ്ങനെ ചൊറിയാണ്. വെറുതെ ഒരു കാര്യമില്ല ചൊറിയാണ്. അനീഷ് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അനീഷിന് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അനീഷ് അവിടെ ആ യെല്ലോ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ആദില അക്ബറിന്റെ ആ ഒരു ഏരിയ എന്നൊക്കെ എണീറ്റ് പിന്നെ പോകുമ്പോൾ സാബുമാൻ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. സാബുമാൻ പറയുന്നുണ്ട്, ഞാൻ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, തിരിച്ച് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആര്യനും അക്ബറും കൂടെ അയാൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? അയാൾ ഈ രീതിയിലേ പെരുമാറത്തുള്ളൂ, അയാൾക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയത്തുള്ളൂ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ അനീഷിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുതിര കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ. അപ്പൊ മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞാൽ അനീഷ് ഓഫ് കോഴ്സ് കത്തിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാത്തിനെയും പച്ചയ്ക്ക് കൊളുത്താനുള്ള പരിപാടി തന്നെയാണ്. ആ ഒരു സീക്രട്ട് ടാസ്കിന്റെ സമയത്തും അത് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഒരു മയവും ആ കാര്യത്തിലൊന്നും അനീഷ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടുപ്പിച്ച് ജയിലിൽ 4 ആഴ്ചയൊക്കെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ ഗെയിം തന്നെ അനീഷ് കളിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇവർ ഒറ്റപ്പെടലെന്നോ എന്ത് വേണേ പറഞ്ഞോട്ടെ, നമുക്കറിയാം അനീഷ് ഒറ്റയ്ക്ക് നിന്നാണ് ഇതുവരെ കളിച്ച് വന്നത്. അല്ലാതെ ഇവരെ പോലെ ഓരോ സമയത്ത് ഓരോ ഗ്രൂപ്പുകളുടെ ഭാഗമായി ഓരോരുത്തരെ പുറത്താക്കി ഓരോരുത്തരെ കുരുതി കൊടുത്ത് അങ്ങനെയൊന്നും അല്ല അനീഷ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അത് ഈ ഒരു ഗെയിം അറിയാവുന്നവർക്ക്, ഈ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാതെയാണ് അനീഷ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ മതി. അല്ലാതെ ഇവരുമായിട്ട് മിങ്കിളായി അങ്ങനെ പോകേണ്ട ഒരാവശ്യവും ഇല്ല അനീഷിന്. പ്രത്യേകിച്ച് അക്ബറിന്റെയും ആര്യന്റെയും ഒന്നും അടുത്ത് അത് അവര് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് തന്നെയാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത്. ഇപ്പൊ 4 ആഴ്ച തുടർച്ചയായിട്ട് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ്. അതിൽ അവിടെ തന്നെ ഒരു നമ്പർ ഇടുന്നുണ്ട്, അടുത്ത ആഴ്ചയും പോകാനുള്ളതാണ്, ഈ വസ്ത്രം മാറ്റരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് തമാശക്ക് പറഞ്ഞതാണെങ്കിലും ഇത് എനിക്ക് അത്ര തമാശയായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ജയിലാണ്, ആഫ്റ്റർ ഓൾ അതൊരു ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ കാലാഗ്രഹവാസം, പുറത്തെ അർത്ഥം തന്നെയാണ് അകത്ത്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിലെ ജയില് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ജയിലാണെന്ന് പറഞ്ഞ് നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജയിൽ ഒരു ജയിൽ തന്നെയാണ്. കന്നഡ ബിഗ് ബോസിലൊക്കെ ഹാൻഡ് കഫ് വരെ കൊടുക്കുന്നുണ്ട് ജയിലില്. അപ്പോ കൈ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കന്നഡ ബിഗ് ബോസിലൊക്കെ ജയിലിൽ കഴിയുന്നത് മത്സരാർത്ഥികൾ. മലയാളത്തിൽ അത്രയ്ക്കൊന്നും ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞ കന്നഡയിലൊക്കെ കാലാഗ്രഹവാസം എന്ന് പറഞ്ഞാൽ കാലാഗ്രഹവാസം തന്നെയാണ്. അല്ലാതെ മലയാളത്തിലെ പോലെ വെറുതെ കൊണ്ടുപോയി ഇട്ടൊരു പണിഷ്മെന്റ് കൊടുത്ത് തിരിച്ചിറക്കി എന്നുള്ള പരിപാടിയൊന്നും അല്ല. അവിടെ ഹാൻഡ് കഫ് ഇട്ട് ബന്ധിപ്പിച്ചിരുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇപ്പൊ ഈ സീസണിൽ, നടന്നുകൊണ്ടിരിക്കുന്ന ഈ സീസണിൽ. പിന്നെ ഇതിനിടയ്ക്ക് സാബുമാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ മാനിപ്പുലേറ്റ് ചെയ്തു. അനുമോള് മിണ്ടുന്നില്ല, അനീഷിനെ പോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ട് അനുമോളെ അനീഷ് മാനിപ്പുലേറ്റ് ചെയ്ത് എന്തോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് പറയുന്നത്. സാബുമാൻ അങ്ങനെയാണ് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.